അസ്സലാമലൈക്കും, വെൽക്കം ടു ദ ചാനൽ. വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ജീരക മൈലാഞ്ചി ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഒരു തവണ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഒറ്റ തവണ ഇട്ടപ്പോഴത്തേക്കും നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത്. നഖം നന്നായിട്ട് ചുമന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം ഒരു ബൗൾ എടുക്കുക, അതിൽ 2 സ്പൂൺ ജീരകം ഇടുക. ഞാൻ വലിയ ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. വലിയ ജീരകമോ ചെറിയ ജീരകമോ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ പഞ്ചസാര, 2 സ്പൂൺ ചായപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലത്തെ ഒരു ടിന്ന് നമുക്ക് എടുക്കാം. എന്നിട്ട് ഈ ടിന്നിന് ചുറ്റും വേണം കേട്ടോ ഈ മിക്സ് ചെയ്തത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതേപോലത്തെ ടിന്ന് ഇല്ലെങ്കിൽ ഒരു കുഴിയുള്ള ഒരു പാത്രമോ ചട്ടിയോ അങ്ങനെ എന്തായാലും ഇട്ടാൽ മതി. എന്നിട്ട് നടുക്കൊരു ഹോള് പോലെ നമുക്ക് വെച്ച് കൊടുക്കാം. ഈ നടുക്ക് നമുക്ക് ഒരു ഹോള് പോലെ വെച്ച് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് അതിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. നടുക്കായിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട്. ഇതിലാണ് ആവിവെള്ളം വീഴുന്നത്. ഇനി ഈ ടിന്ന് ടൈറ്റായിട്ട് ഇരിക്കാനും വേണ്ടിയിട്ട് ഒരു ബൗള് അതിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ടിന്നും ഈ ബൗളും കൂടി ഒരു തുണി കൊണ്ട് നമുക്കൊന്ന് കെട്ടിക്കൊടുക്കാം കേട്ടോ. ആവി പുറത്തോട്ട് കൂടുതലായിട്ട് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഈ ബൗളിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ബൗളിൽ വെള്ളം ബബിൾസ് ഏകദേശം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബബിൾസൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ട് കുറച്ച് ഐസ് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ഈ വെള്ളം മാറ്റിയിട്ട് അതിലോട്ട് ഐസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ കൂടുതൽ മൈലാഞ്ചി വെള്ളം നമുക്ക് കിട്ടും കേട്ടോ. അതിനുള്ള ട്രിക്കാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്കൊന്നില്ലെങ്കിൽ ഈ ബൗളിലെ വെള്ളം മാറ്റിയിട്ട് അതിലോട്ട് ഐസ് വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ മൈലാഞ്ചി വെള്ളം കിട്ടും. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. 10 മിനിറ്റോ 15 മിനിറ്റോ വെച്ച് കൊടുത്താൽ മതി. ഇപ്പം എൻ്റെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. മണമൊക്കെ വന്ന് തുടങ്ങി. ഇതിപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് പുറത്തോട്ട് എടുത്ത് മാറ്റാം. അപ്പോൾ ഇതൊന്ന് ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് പുറത്തോട്ട് എടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇത്രയും മൈലാഞ്ചി വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടിന്നൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ടിന്നിലെല്ലാം കരിഞ്ഞ് ഇതേ രൂപത്തിലിരിക്കണം കേട്ടോ. ഇനി നമുക്കിത് ഒരു ബൗളിലെടുത്ത് മാറ്റാം. ഇതിപ്പോൾ ഞാൻ കുറച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് കുറച്ച് മൈദാപ്പൊടി ഇട്ട് കൊടുക്കുക. ഈ മൈദാപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. അതാണ് ഈ മൈലാഞ്ചി വെള്ളം കൂടുതലായിട്ട് എടുക്കാൻ പറയുന്നത്. ഇതിൽ കൂടുതൽ മൈദാപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞ് വെള്ളം പോരെങ്കിൽ പിന്നെ നമുക്ക് പണി കിട്ടും. അതേ സമയത്ത് വെള്ളം കുറച്ച് മാറ്റി വെക്കുന്നതാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇതിപ്പോൾ ജീരക മൈലാഞ്ചി ഏകദേശം തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു ടിന്നിലോട്ട് മാറ്റാം. നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതൊരു ടിന്നിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ഞാൻ ഇത് ഒരു രാത്രി ആയപ്പോഴാണ് കേട്ടോ എടുത്തത്. രാത്രിയായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത് നഖത്തിലിട്ട് കൊടുത്തത്. എൻ്റെ നഖം കണ്ടില്ലേ, ഇപ്പോൾ വൈറ്റ് കളറാണ് നഖം. ഞാൻ ഇനി ഇത് നേരം വെളുത്ത് കഴിയുമ്പോഴാണ് തോരി മാറ്റുന്നത്. ഒറ്റ തവണ ഇട്ടാൽ മതി. ഒറ്റ തവണ ഇടുമ്പോഴത്തേക്കും നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. എൻ്റെ നഖം തന്നെ നിങ്ങൾ കണ്ടല്ലോ, വൈറ്റ് കളറായിരുന്നു നഖം. ഇപ്പോൾ അതേ ഇതൊന്ന് പൊളിച്ച് കാണിച്ചു തരാം കേട്ടോ. നോക്കിയേ, നല്ല റെഡ് കളറായിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടി കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടി നിറം വരും. കണ്ടില്ലോ, ഇതൊന്നും നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്